മുതലാളി എന്താ ഇങ്ങോട്ട്? ഞാൻ എന്തിനാ വരുന്നതെന്ന് കമലാക്ഷിമക്ക് അറിഞ്ഞൂടെ? മുതലാളി ദയവായി പുറത്തു പോകും. പോകാനോ? എന്റെ പണം ഈടാക്കാൻ വേണ്ടിയാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സാവിത്രിയെ ഇന്ന് മുതലാളി കൂടെ അയച്ചേ പറ്റൂ. നീ അലവണ്ട. ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പോകാനല്ലേ ഞാൻ വന്നത്. മുതലാളി ഇവളെ കാറിൽ കയറ്റി തരുന്ന കാര്യം ഞാനേ. എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ചങ്കുറപ്പൊന്നും കണ്ടോടാ. അതിന് ചങ്കുറപ്പൊന്നും വേണ്ടടി. പട്ടി കഴിവാനാ പോലെ ഇവിടെ കയറിയതിനെ കൊന്നുകളയും. രാഘവ, ഞാൻ നിന്റെ സഹോദരിയാ. പക്ഷേ നീ മറ്റൊന്നും വിചാരിക്കരുത്. ഈ കുഞ്ഞിനെ എന്നെ കൊണ്ട് വളർത്താൻ സാധ്യമല്ല. എന്തു വന്നാലും എന്റെ കുഞ്ഞിനെ ഇനി അവളെ കൊടുക്കില്ല. നീ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുലകുടി മാറാത്ത കുഞ്ഞാണ്. അതിന്റെ തള്ളയെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരഞ്ഞു കരഞ്ഞ് ചത്തുപോകും. നീ ഒന്നും പറയണ്ട. വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ തള്ളയുടെ കൈ കൊടുത്തേക്കും. വഞ്ചക്കി, ഞാൻ ഇറങ്ങിയിട്ട് 2 ദിവസം കഴിയുന്നതിന് മുൻപ് നീ നിന്റെ തൊഴിൽ ആരംഭിച്ചു അല്ലേ? ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരില്ലടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തും. സാവിത്രി, നീ എന്താ വല്ല നിൽക്കുന്നത്? ഒന്നുമില്ല. എനിക്കിന്ന് ചുറ്റ് വേറെ ലൈനില്ല. വരൂ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി. അത്ര വലിയ മാളിയെ കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത്? കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കൂ. ശരിയാ, അടി തെറ്റിയ ആനയും വീഴും. ഇതാ എല്ലാം കൂടെ 7 രൂപയ്ക്കുണ്ട്. കത്രീനയ്ക്ക് ഇന്ന് തന്നെ പോണല്ലേ? അതെ സാഹിബേ. നിന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായിപ്പോയി. എനിക്കൊന്നും വേണ്ട സാഹിബേ. 10-20 വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു. സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി. എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ചുറ്റുപാടുകൾ ഞാനും മറന്നുകൂടല്ലോ. എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ്. ഒരു മകൾ വളർന്നതിന്റെ കാര്യം പോലും ഞാൻ മറന്നു. ബാലിനെ പറ്റിയും എനിക്ക് ചില കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. അതും തെറ്റി. ഇനി എല്ലാം പറഞ്ഞിരുന്ന ഫലം. മോളെ, ആ മാലിങ്ങി തരൂ. ഇതാ കത്രീന. ഇല്ല സാഹിബേ, ഞാനിത് വാങ്ങില്ല. ഡെയ്സിയും എന്റെ മോളും എനിക്കൊരുപോലെയാണ്. കത്രീന, നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത്. ഇത് വാങ്ങൂ കത്രീന, ഇത് വാങ്ങൂ. ഇതാ ഞാൻ പോകുന്നു. കത്രീന,
നീ ഇനി വരണ്ട. സായിപ്പേ, നിനക്ക് ശമ്പളം തരാൻ എനിക്ക് കഴിവില്ല. വയ്ക്കോ വയ്ക്കോ. ഡാഡി, മോളെ, 1000 ബോഗികൾ ഒന്നിച്ചു ഭരിക്കുന്നു ഒരു ഇഞ്ചിനേക്കാൾ ശക്തിയുള്ളവനായിരുന്നു ഞാൻ. ഇന്നെന്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. പാളം തെറ്റുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാലും മതിയായിരുന്നു. ചായ ബക്കം ബക്കം കുടിക്കും, കാശ് ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, മുരുഹാ മുരുഹാലയ പഴനിമല ആണ്ടവാ ദർശനத்துக்கு போறேன், നേർച്ച കൊടുங்க. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, പഴനിമല കോവിലിലെ പാൽ കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലി കാവടി, കണ്ടനക്ക് ഹരോ ഹര, വേലനക്ക് ഹരോ ഹര, കണ്ടൻ. സായിമാരെ, എന്താ നേർച്ച വാങ്ങിക്കാതെ ബലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുറി പഴനിക്ക് പോകാനാ ഭാവം? അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലേ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ പ്രതാവാ. പൊളിക്കടാ ബായ്, പൊളിക്കടാ, പൊളിക്ക. അല്ലോ, ഇതിന്റെ അറ്റം കൂർത്താണിരിക്കുന്നത്. കരിയപ്പല, ഇത് നമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ട ഓട്ടിച്ചതിന് പോലീസുകാർ പിടിച്ച് തലമുട്ടയടിച്ച്. അപ്പൊ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക. മരുന്നേ, എന്താ മോളെ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം. നമ്മൾ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. എടാ, നിനക്കും എനിക്കും ഇന്ന് ഡ്യൂട്ടി ഇല്ല. അതിനെന്താ? നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലെത്താഴം. ഓ റെഡി. പക്ഷേ തീയൽ വേണം. തീയൽ നിനക്ക് ഇത്ര ഇഷ്ടമാണ്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീയൽ കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ്. അല്ല, രണ്ടുപേരിൽ നിന്ന് ബാല പഠിക്കാണോ? ബാലന്റെ മെമ്പർ ഷോറും കൊണ്ട് പോന്നു, നമ്മൾ മേടിച്ചോണ്ട് പോന്നു. വാടാ, വേണ്ട കൂടി ഉണ്ണ. ഏയ്, എന്റെ ചോറ് ഹോട്ടലിലാണടാ. നമുക്ക് കഴിക്കാം. മോള് മാവന്റെ ഉണ്ടേ. ശരി, നമ്മൾ വിളമ്പിത്തരാം. എന്തോ വേണം? എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് വേണം. ഇവിടെ 10-300 രൂപ കടമുണ്ട്. അത് തന്ന് വീർത്തിട്ട് ഇനി കുടിച്ചാൽ മതി. എന്റെ കയ്യിൽ 5-8 രൂപയുണ്ട്. അത് കൊണ്ടുപോയി ചാരായം വാങ്ങിച്ചു കുടിക്കാം. ചെല്ലേ, ഇങ്ങോട്ട് വന്ന് സായിപ്പിനെ ആരും കാണാൻ പോകുന്നില്ല. സാർ, എന്ത് വേണം? ഒന്നും വേണ്ട. എടി 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 എടി, തന്തയുടെ പ്രായമുള്ളവരെ വെറുതെ വിടത്തില്ലല്ലയോ? ആറവാണിച്ച് അച്ഛനെ, സായിപ്പ് നമ്മുടെ സ്വന്തം ആളാ. പണ്ട് റെയിൽവേയിൽ ഡിപ്ലിക്കോസ് ആയിരുന്നു. ഡിപ്ലിക്കോസോ? വലിയ ഓഫീസർ. അത് ശരി. എന്തോ വേണം? എനിക്കൊരു ബോട്ടില് വാറ്റ് ചാരായം വേണം. 10 രൂപയാവും. എന്റെ കയ്യില് 8 രൂപയേ ഉള്ളൂ. 2 രൂപ അങ്ങേര് പിന്നെ കൊണ്ടുവന്ന് തരുവാശാനെ കൊടന്ന്. ഇരിക്കേ. ഇങ്ങോട്ട് ഇരി സായിപ്പേ. എടി ചെല്ലമ്മേ, എന്തോ? ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്ക. വേണ്ട വേണ്ട. ഇരിക്കയോ? ഞാൻ പറഞ്ഞില്ലയോ, സ്വയംബ സാധനമാ. നിങ്ങളുടെ കൂട്ടുകാരന് എരിവ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നോ? അവനും കള്ള. ഇന്നലെ നീ കൊടുത്തയച്ച തീയൽ കൂട്ടിയിട്ട് അവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ച പോലെ ഇരിക്കുന്നുവെന്ന്. പിന്നെ എന്താ അയാൾ വീണ്ടും കെട്ടാത്തത്? എത്ര പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല. അവൻ വന്നു. അയ്യോ, കറിയൊന്നും ശരിയായിട്ടില്ല. ധൃതിയൊന്നും വെക്കണ്ട. അവനിവിടെ അതിഥിയൊന്നുമല്ല, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്. ഉണ്ണാൻ വിളിച്ചെന്ന് പറഞ്ഞ സന്ധ്യക്ക് പോന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചു ഒറ്റ എടി വെച്ചത് ഞാൻ. മോളെ മോളിക്ക്. എടാ, ഊണ് തയ്യാറാകാൻ
ഉണ്ടാകുന്ന ഇനി ഒരു 10 മിനിറ്റാണ്. നീ അടുക്കള വലിയ ശ്രമമായിരുന്നു തോന്നല്ലോ. ഭാര്യയെ സഹായിക്കാൻ പറ്റുമോ? പറയുന്ന കേട്ടാ തോന്നി ഇവിടെ എന്റെ വിരുന്നുണ്ടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഊണ് മുമ്പ് നമുക്കൊരു സ്മാൾ ഫിറ്റ് ചെയ്തതാണ്. ഓ യെസ്. ഒന്നുമില്ല മോളെ, ഇത് ഒരു മരുന്നാണ്. നിന്റെ അച്ഛന് ജലദോഷം. പാട്ട് പാടാൻ അറിയാമോ? എന്ത് പാട്ടാ? എന്നാ മോളൊന്ന് പാടിക്കേ. കുടമുല്ലക്കാവിലെ കുസുതേ കാറ്റേ നിശമ്മനീർ മലർചുണ്ടിലെ തേന്നുകന്നില്ലേ തേന്നുകന്നില്ലേ കുടമുല്ലക്കാവിലെ കുസുതേ കാറ്റേ നിശമ്മനീർ മലർചുണ്ടിലെ തേന്നുകന്നില്ലേ തേന്നുകന്നില്ലേ ആലവട്ടം വീശി നിൽക്കും ആവണി പുലരി നീ തേരിലേറി വന്നല്ലോ തേന്നുകർന്നല്ലോ പാൽപ്പുഴയിൽ കുളിച്ചെത്തും പൗർണമി സന്ധി നിൻ സ്നേഹദാഗം തേനലയിൽ പടരുയില്ലേ. മിടുക്കി. നിന്റെ മിസ് ചെയ്തൊരു കണ്ടില്ലല്ലോ. ആഹാ, എടി മിസ്സിയേ, ഇങ്ങോട്ട് വാ. സാവിത്രി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ, പപ്പടം കരിയുന്നല്ലോ. ആ, നീ വാ. പിന്നെ നിന്നെ അവനൊന്ന് കാണണമെന്ന്. വാ. എടാ നോക്ക്, ഇതാണ് എന്റെ മിസ്സി. എടി മിസ്സി, ഇവനാണ് ഞാൻ പറഞ്ഞ സ്നേഹിതൻ. ഇവൻ ഈ ഒരു കുട്ടിയേ ഉള്ളൂ. ഇവളുടെ അമ്മ മരിച്ചു. ഇവിടാണ് ഇപ്പൊ പാടിയത്. മോളെ, ഇവിടെ ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഈ ചേച്ചി. മോളെ ഇങ്ങോട്ട് വരൂ. നീ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിയടി. മോളെ വാ. ഇല്ല, എന്റെ കുഞ്ഞിനെ ഇവൾ തൊടാൻ പാടില്ല. വേണ്ട. വേണ്ട പല, ഞാൻ ഡോക്ടറെ കൊണ്ടുപോയിക്കളാം. വേദന കുറഞ്ഞ മോളെ? കുറഞ്ഞു. മോൾ എണീറ്റ് പോയപ്പം അച്ഛൻ അറിയാതെ കാല് സ്റ്റൂളിൽ തട്ടി. അതെന്റെ മോടെ കാലിൽ തന്നെ വീണു. മോക്ക് അച്ഛനോട് പിണക്കമുണ്ടോ? ഇല്ല. രാഘവ, കുഞ്ഞിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കിട്ടി. ഏടാ മണ്ട, നീ കരയുകയാണോ? തരക്കേടില്ല. മോളെ, ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. ആ, മിടുക്കി. ഇതാ സാവിത്രി അന്നയച്ചതാ. നിങ്ങൾ ഊണ് കഴിക്കാതെ വന്നതുകൊണ്ട് സാവിത്രി ഒന്നും കഴിച്ചില്ല. കുഞ്ഞിന്റെ കാലിൽ സ്റ്റൂള് വീണതിന് വേദന മുഴുവൻ സാവിത്രിക്ക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും. സത്യമാണടാ, കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ പരിശുദ്ധമാണ് അവളുടെ മനസ്സ്. ആ, എന്നാ മോളെ, നമുക്കിത് കഴിക്കാം. നീ എന്തിനാ ഇത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട്? കൊള്ളാം, നീയും മോളും ഇത് കഴിച്ചുവെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാതെ അവൾ പച്ച വെള്ളം പോലും കഴിക്കില്ല. നീ പോയി പ്ലേറ്റിംഗ് എടുക്ക. ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോകുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. ആ, നീ ചെല്ലു. മോളെ, മാം വരട്ടെ. എന്താ മോളെ? ചോറിന വേണ്ട മോളെ, ഈ ചോറുണ്ടാ മോടെ കാല് പഴുക്കും.
എനിക്ക് വിശക്കണച്ചാ മോക്കച്ച റൊട്ടിയും പാലത്തരാം